പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജൂലൈ മാസം 22-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരം ഉയർത്തി പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, അതിനായിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചല്ലോ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതമായി നടത്തുന്നതിന്, ശ്രേഷ്ഠമായി നടത്തുന്നതിന്, അനുഗ്രഹമായി നടത്തുന്നതിന് കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ അല്പസമയം കൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞിട്ട് കർത്താവ് ചെയ്ത എല്ലാ നന്മകൾക്കും, കർത്താവ് തന്ന എല്ലാ ദാനങ്ങൾക്കും, കർത്താവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് ഈ പ്രഭാതത്തിൽ അല്പസമയം കൂടെ കർത്താവിനോട് സ്തോത്രം പറയും. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറഞ്ഞത്. സങ്കീർത്തനങ്ങൾ 146 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കുക, ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രത്യാശ കർത്താവില്ല, നമ്മുടെ ബലം കർത്താവില്ല, നമ്മുടെ ആനന്ദം കർത്താവില്ല, നമ്മുടെ സമാധാനം കർത്താവില്ല. ആ കർത്താവിൽ നമ്മൾ പ്രത്യാശ വെക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്. അവരാണ് അനുഗ്രഹിക്കപ്പെട്ടത്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. ഇന്ന് പ്രഭാതത്തിലും പ്രഭാത സന്ദേശം പറയുവാനും കേൾക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ വലിയ കരുണയ്ക്കായിട്ട്, കൃപയ്ക്കായിട്ട് സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വ്യക്തിപരമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ആമേൻ. ഇന്നത്തെ ഈ ബുധനാഴ്ച ദിവസം തൻ്റെ കുഞ്ഞുങ്ങളുടെ സകല ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകട്ടെ. ആമേൻ. എന്തൊക്കെ ഭാരങ്ങളാൽ അവർ കഴിയുന്നു, അതിന്മേൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് കൈകാലുകൾക്കുണ്ടാകുന്ന കഴപ്പും നംനെസ്സും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്ലഡ് സർക്കുലേഷൻ യേശുവിൻ്റെ നാമത്തിൽ പ്രോപ്പറാകട്ടെ. ആമേൻ. ഹീമോഗ്ലോബിൻ ലെവൽ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ HB ലെവൽ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇൻക്രീസ് ആകട്ടെ. കൈകാലുകൾക്കുള്ള വേദനകൾ, കഴപ്പ്, ആമേൻ ആമേൻ ആമേൻ, മരവിപ്പ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അത്ഭുതകരമായ സൗഖ്യം കൊടുക്കണം. പ്രത്യേകിച്ച് സംസാരിക്കാൻ ആമേൻ പാടുപെടുന്ന കുഞ്ഞുങ്ങൾ, ആമേൻ സംസാരിക്കേണ്ട പ്രായമായിട്ടും ആമേൻ സംസാരിക്കാതെ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ കുഞ്ഞുങ്ങൾ സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ കരം കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് കർത്താവരെ അത്ഭുതകരമായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകണം. ആമേൻ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണം. എല്ലാത്തും കർത്താവിൻ്റെ കരുതൽ ഉണ്ടാകണം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് മഹത്വം വെളിപ്പെടുന്ന മീറ്റിംഗായി മാറണം. അസാധാരണ ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകുന്ന മീറ്റിംഗായി മാറണം. തൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ആമേൻ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗായി മാറണം. വചനത്തിൻ്റെ വെളിപ്പാടുകൾ കൊണ്ട് നിറയ്ക്കണം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കരുതൽ അവരോട് കൂടെ ഇരിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കട്ടെ. ഞങ്ങൾ അവരെ ബ്ലസ് ചെയ്യുക കർത്താവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ സർവീസ് ഉണ്ടാകും. ആമേൻ. എല്ലാവരും ചേർന്ന് പങ്കെടുക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ഓരോ പ്രാവശ്യവും നമ്മൾ ദൈവസന്നിധി കൂടി വരുമ്പോൾ ദൈവിക കൈമാറ്റങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കുക. ഇന്ന് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത്. അപ്പം സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത് ദൈവമാണ്. സമ്പത്ത് ഉണ്ടാകുന്നതിനകത്ത് കർത്താവിന് വിരോധമൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ സമ്പത്ത് ഉണ്ടാക്കാൻ കർത്താവ് നമുക്ക് ശക്തി തരിക എന്ന് പറയും. നമുക്കൊന്ന് ആ ഭാഗങ്ങളിലേക്ക് പോകാം. ഇന്ന് ലോക മനുഷ്യർ, ഈ ലോകത്തിൽ ആളുകൾ നോക്കുന്നത് എത്രമാത്രം പൈസ സമ്പാദിച്ചു,
അതിനനുസരിച്ച് നമ്മൾ ജയിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരു അത്ഭുതമായി എന്നൊക്കെ പറയുന്നത്. ആമേൻ. സമൂഹം പറയുന്നത് കൂടുതൽ സമ്പാദിക്കുക, എങ്ങനെ സമ്പാദിക്കാൻ പറ്റും. പലരും ഈ കാലഘട്ടത്തിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി പലതരത്തിലുള്ള കുറുക്കു വഴികൾ നോക്കുന്നു, സത്യസന്ധമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. ആമേൻ. പലതരത്തിലുള്ള ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളിലൂടെ ആരോഗ്യവും കളഞ്ഞ് ആത്മാവിനും ദോഷം വരുന്ന പ്രവൃത്തികൾ ചെയ്ത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നു. ദൈവവുമായിട്ടൊക്കെ അകന്ന് നടന്ന് ഉണ്ടാക്കാൻ നോക്കുക. പക്ഷേ വേദപുസ്തകം പറയുന്നത് ആവർത്തനം 8:18 പറഞ്ഞു, യഹോവയാണ് നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവാണ് നമുക്ക് സമ്പത്തുണ്ടാക്കുവാൻ ഉള്ള ശക്തി തരുന്നത് കർത്താവാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറന്നു പോകല്ലേ. സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്ന ദൈവത്തിന് നമ്മൾ മനസ്സിലാക്കുകയും ആ കർത്താവിനെ സ്തുതിക്കുകയും ആ കർത്താവിൻ്റെ ഹിതപ്രകാരം നമ്മൾ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക വഴികളിലൂടെ നമുക്ക് സമ്പത്തുണ്ടാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മുടെ ശരീരം ശരിയായി ഫങ്ഷൻ ചെയ്യത്തില്ല, നമുക്ക് ശരിയായി ജോലി ചെയ്യാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമുക്ക് നല്ലവണ്ണം ചിന്തിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നല്ല വാതിലുകൾ നമുക്കായി ഓപ്പൺ ആകത്തില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നല്ല രീതിയിൽ നമുക്ക് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ നമുക്കെല്ലാത്തിനകത്തും എന്ത് വേണം? ദൈവത്തിൻ്റെ കൃപ വേണം. യാക്കോബിൻ്റെ ലേഖനം 1:17 പറഞ്ഞു, എല്ലാ നല്ല ധാന്യങ്ങളും തികഞ്ഞ വരമൊക്കെയും എവിടെ നിന്ന് വരുന്നു? പിതാവിൽ നിന്ന് വരുന്നു, യേശുവിൽ നിന്ന് വരുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു. ആമേൻ. എന്നാൽ ഈ ലോകത്തിൻ്റെ വഴികൾ പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് സമ്പന്നരാകണം, എങ്ങനെയെങ്കിലും നമുക്ക് ജയിക്കണം. ആമേൻ. പൈസ വരട്ടെ, സ്വഭാവമൊക്കെ നമുക്ക് പിന്നെ ശരിയാക്കാം. ആമേൻ. ഏതെങ്കിലും വിധത്തിലൊക്കെ പൈസ ഉണ്ടാക്കണമെന്നാണ് ലോകം പറയുന്നത്. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ പുറകെ പോകാൻ പാടില്ല. അതാണ് മർക്കോസിന് സുവിശേഷം 8:36 പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ആമേൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് സത്യസന്ധമായി പ്രവർത്തിക്കുക, വിശ്വസ്തയോടെ പ്രവർത്തിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ആമേൻ. നമ്മൾ ദാനധർമ്മികളായിരിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് വാതിലുകളെ തുറന്നു തരും. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകളെ കർത്താവ് തുറന്നു തരും. അവൻ കർത്താവില്ലാതെ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടായാൽ, അല്ലെങ്കിൽ കർത്താവ് തരാത്ത സമ്പത്താണെങ്കിൽ അതിനകത്ത് സമാധാനം ഉണ്ടാകത്തില്ല, സന്തോഷം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല, നല്ലവണ്ണം ഉറങ്ങാൻ കഴിയത്തില്ല, നല്ല കുടുംബജീവിതം നയിക്കാൻ കഴിയത്തില്ല. പക്ഷേ കർത്താവ് തരുന്നതാണെങ്കിലോ അതിനകത്ത് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ഒരു മനുഷ്യൻ മണ്ണുകൊണ്ട് അങ്ങ് വീടുണ്ടാക്കുക എന്ന് വെച്ചു. മണ്ണുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി, ഭയങ്കര മനോഹരമായിട്ട് തോന്നും. വേറൊരുത്തനാണെങ്കിൽ ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കി അതിനകത്ത് പാറയൊക്കെ ഇട്ട് ഫൗണ്ടേഷൻ വെച്ച് പണിയുന്നു. അവൻ സമയമെടുത്ത് പണിതു വരുവാൻ. പക്ഷേ ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ നല്ല ഭംഗിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ വളരെ നിമിഷ നേരം കൊണ്ട് അത് തകർന്നു പോകും. ഇതുപോലെ അവൻ ദൈവഹിതമല്ലാതെ സമ്പത്തുണ്ടാക്കിയാൽ അതുകൊണ്ട് നമുക്ക് അനുഗ്രഹം ഉണ്ടാകത്തില്ല. അവൻ അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, ദൈവഹിതപ്രകാരമുള്ള സമ്പത്ത് മതി. ദൈവഹിതപ്രകാരം വേണം നമ്മൾ ജീവിക്കാൻ. അബ്രഹാമിനെ പോലെ, ജോസഫിനെ പോലെ, ബോവാസിനെ പോലെ ദൈവഹിതപ്രകാരം സമ്പത്തുണ്ടാകണം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ എത്രയും പെട്ടെന്ന് സമ്പന്നനാകാൻ വേണ്ടിയാണ് ഒറ്റിക്കൊടുത്ത്. അവസാനം ജീവിതം എന്തായി തീർന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അങ്ങാണ് എനിക്ക് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരുന്നത്. അങ്ങയുടെ ഹിതപ്രകാരമുള്ള സമ്പത്ത് മതി. അങ്ങയുടെ ഹിതമല്ലാത്ത ഒന്നും എൻ്റെ കയ്യിൽ വരരുത്. ആമേൻ. ദൈവഹിതപ്രകാരം ചെയ്യാൻ അതിനെന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം എനിക്ക് ബുദ്ധി തരണം. കർത്താവ് എനിക്ക് ജ്ഞാനം തരണം. കർത്താവ് എനിക്ക് വഴികളെ തുറന്നു തരണം. കർത്താവ് എനിക്ക് ആമേൻ ഓപ്പർച്യൂണിറ്റീസ് തരണം. എൻ്റെ ബലഹീനത കർത്താവിനറിയാം, എൻ്റെ കഴിവുകേടുകളെ കർത്താവിനറിയാം. പക്ഷേ കർത്താവേ, അങ്ങ് സമ്പത്തുണ്ടാക്കാൻ ശക്തി തരും. എൻ്റെ കുടുംബത്തെ പുലർത്തുവാൻ, എൻ്റെ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായത് എനിക്ക് തരാമെന്ന് അങ്ങയുടെ വാഗ്ദത്തം. ആ വചനപ്രകാരം ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള ജ്ഞാനം തരണം, അതിനുള്ള ബുദ്ധി തരണം, അതിനുള്ള ബന്ധങ്ങളെ തരണം, അതിനുള്ള വാതിലുകളെ അങ്ങ് ഓപ്പണാക്കി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നിശ്ചയമായിട്ടും കർത്താവ് നമുക്ക് വാതിലുകളെ തുറന്നു തരും. ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഫൈനാൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടാകണം. ദൈവഹിതപ്രകാരമുള്ള സമ്പത്ത് ഇവർക്കുണ്ടാകട്ടെ. ഒരു അനീതിയായ സമ്പത്ത് ഇവരുടെ കയ്യിൽ വരാതെ ദൈവഹിതപ്രകാരമുള്ള സമ്പത്ത് ഇവരുടെ കയ്യിൽ വരട്ടെ. ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി പറഞ്ഞ് അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ പറ, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആമേൻ നമുക്ക് ഒരുമിച്ച് കൂടാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.